മരണശേഷം ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ആത്മാവ് യമരാജനെ നോക്കി ചോദ്യങ്ങൾ ചോദിച്ചു. യമദേവ, എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ യമരാജൻ പറഞ്ഞു, മാനവ, ഭൂമിയിൽ നിനക്കായി നിശ്ചയിച്ച സമയം അവസാനിച്ചിരിക്കുന്നു. ഉടനെ ആത്മാവ് ചോദിച്ചു, യമദേവ, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ഭൂമിയിലുണ്ട്, അവയെല്ലാം എന്റേതാണ്. അപ്പോൾ യമരാജൻ പറഞ്ഞു, ഈ സമ്പത്തെല്ലാം നീ ഭൂമിയിൽ സന്തോഷമായി ജീവിക്കാൻ നിനക്ക് നൽകപ്പെട്ടതാണ്. അവ നിന്റേതല്ല, നിനക്ക് അവയെ ഇവിടേക്ക് കൊണ്ടുവരാനും കഴിയില്ല. അപ്പോൾ ആത്മാവ് ചോദിച്ചു, യമദേവ, എന്റെ ഭാര്യയും കുട്ടികളും ഉണ്ടല്ലോ, അവരെങ്കിലും എന്റേതല്ലേ? യമരാജൻ പറഞ്ഞു, ഇല്ല മാനവ, അവർ ആരും നിന്റേതല്ല, അവരെല്ലാം നിന്റെ മനസ്സുമായി ബന്ധപ്പെട്ടവരാണ്. എന്തിന് ഏറെ പറയുന്നു, നീ ജീവിച്ച ശരീരം പോലും മണ്ണിന്റെ സ്വന്തമാണ്. അപ്പോൾ ഭൂമിയിൽ എനിക്ക് സ്വന്തമായി ഒന്നുമില്ലേ എന്ന് ആത്മാവ് ചോദിച്ചു. അപ്പോൾ യമരാജൻ പറഞ്ഞു, നീ ജീവിച്ച കാലത്ത് മറ്റുള്ളവർക്ക് ചെയ്ത പാപവും പുണ്യവും മാത്രമാണ് നിന്റേതായത്. ഇവ രണ്ടും മാത്രമേ നിനക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയൂ. കൂടാതെ പാപത്തിന്റെ അളവ് ഒരു കുടത്തിലെ വെള്ളത്തിന്റെ അളവിനേക്കാൾ ഒരു തുള്ളി കൂടുതലായിരുന്നാൽ പോലും അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്നും ആർക്കും ഒഴിവാകാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് നന്മ മാത്രം ചെയ്തു ജീവിക്കുക.